ശബരിമലയിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. 91,333 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പോലീസിന്റെ മാത്രം കണക്കാണിത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മണിക്കൂറിൽ 7,000-ഓളം തീർത്ഥാടകർ എത്തുന്നുണ്ട്. എവിടെയും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. തീർത്ഥാടകരുടെ വരി മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട്. ശബരിമലയിൽ തിരക്ക് രാവിലെ നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 91,333 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇത് കഴിഞ്ഞ 2 ദിവസത്തെ കണക്കിനെ അപേക്ഷിച്ച് കുറവാണ് എന്ന് പറയാം. പക്ഷേ ഇന്ന് രാവിലെ മണിക്കൂറിൽ 7,000-ന് മുകളിൽ തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് പോലീസിന്റെ കണക്ക്. ഇത് അല്പം തിരക്കുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. ഇന്നലെ തിരക്ക് നിയന്ത്രിക്കുവാൻ നിലയ്ക്കലും അതേപോലെ തന്നെ പമ്പയിലും ഏറെ സമയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. നിലയ്ക്കൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നതിനും നിയന്ത്രണം രാത്രി ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത്. പക്ഷേ രാവിലേക്ക് ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു തിരക്ക് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം, മകരവിളക്കിനോടനുബന്ധിച്ച് എത്തുന്നവർ 10-ാം തീയതിയോടൊക്കെ അനുബന്ധിച്ച് എത്തുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ പർണശാല കെട്ടി തമ്പടിക്കുന്ന ഒരു പതിവാണുള്ളത്. സ്വാഭാവികമായിട്ടും അത് തിരക്ക് വർദ്ധിപ്പിക്കും. അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പർണശാല കെട്ടുന്നതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് നിഷ്കർഷിച്ചിരുന്നു. പ്രത്യേകിച്ച് അടുപ്പ് കൂട്ടാൻ പാടില്ല, അതേപോലെ അഗ്നിബാധ ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കുമെന്നൊക്കെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ മകരവിളക്കിൻ്റെ ആ ഒരു തിരക്കിലേക്ക് സന്നിധാനം കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ഇന്നിപ്പോൾ തീർത്ഥാടകരുടെ വരി മരക്കൂട്ടവും പിന്നിട്ട് നീണ്ടിട്ടുണ്ട്. അതായത് പമ്പ മുതൽ സന്നിധാനം വരെ മരക്കൂട്ടത്തിന് ശേഷം നിയന്ത്രണങ്ങളോടെ മാത്രമേ കടന്നു വരാൻ കഴിയുകയുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് 7-8 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഇന്ന് രാവിലെ നമുക്ക് കാണാനാകുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.